ഹായ്, എല്ലാവർക്കും സൈറ ലേണിംഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇൻഫോർമൽ ഫാലസി എന്ന് പറയുന്ന UGC നെറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് സാധാരണയായിട്ട് NTA ചോദിച്ചു വരാറുള്ള ഒരു ഭാഗമാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഫാലസി എന്തെന്നും ഫാലസിന്റെ രണ്ട് ടൈപ്സ് ഉണ്ട് എന്നും അത് ഇൻഫോർമൽ ഫോമൽ എന്ന് പറയുന്ന രണ്ട് ടൈപ്സ് ആണെന്നും അതിൽ തന്നെ ഫോമൽ ഫാലസി എന്ത് എന്നൊക്കെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഇൻഫോർമൽ ഫാലസി എന്നും വളരെ പ്രധാനപ്പെട്ട സാധാരണ റിപ്പീറ്റഡ്ലി NTA ചോദിച്ചു വരാറുള്ള UGC നെറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരാറുള്ള പ്രധാനപ്പെട്ട ഇൻഫോർമൽ ഫാലസീസ് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. അപ്പൊ എന്താണ് ഇൻഫോർമൽ ഫാലസി? ഇൻഫോർമൽ ഫാലസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫോമൽ ഫാലസി എന്ന് പറഞ്ഞ ഫാലസി എന്ന് പറഞ്ഞാൽ എന്താ? ഫാലസി എന്ന് പറഞ്ഞാൽ ഒരു റീസണിങ്ങിൽ, ഒരു ആർഗ്യുമെന്റിൽ, ഒരു സിലോജിസ്റ്റിൽ, ഒരു ആർഗ്യുമെന്റിൽ, ഒരു റീസണിങ്ങിൽ വരുന്ന എറേഴ്സിനെയാണ്, ഒരു പിഴവ്, അബദ്ധം, അതിൽ സംഭവിക്കുന്ന ഒരു തെറ്റിനെയാണ് നമ്മൾ ഫാലസി എന്ന് വിളിക്കുന്നത്. കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒരു ആർഗ്യുമെന്റ് തോന്നുമെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടായിരിക്കും, ആ ആർഗ്യുമെന്റിന്റെ എറർ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് ഫാലസി എന്ന് പറയും. ആ എറർ, ആ ഫ്ലോ എന്നുള്ളത് അതിന്റെ സ്ട്രക്ചറിലാണെങ്കിൽ, ഫോമിലാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു റീസണിങ്, ഒരു ആർഗ്യുമെന്റ് ഇന്ന രീതിയിലാവണം, ഇന്ന സ്ട്രക്ചറിലാവണം, ഇന്ന ഫോമിലാവണം എന്ന ഒരു വ്യവസ്ഥ, ഒരു സ്റ്റാൻഡേർഡ് ഫോം ലൊജീഷ്യൻസിന് അല്ലെങ്കിൽ ലോജിക്കൽ ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ഫോമൽ ലോജിക്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ ആ സ്റ്റാൻഡേർഡിന്, ആ ഫോമിന്, ആ സ്ട്രക്ചറിന് എന്തെങ്കിലുമൊക്കെ ഒരു എറർ വരുന്ന സമയത്ത് സംഭവിക്കുന്ന ആർഗ്യുമെന്റിൽ സംഭവിക്കുന്ന ഫാലസി നമ്മൾ ഫോമൽ ഫാലസി എന്ന് വിളിക്കും. അതേ സമയത്ത് ഇൻഫോമൽ ഫാലസി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോമിലോ സ്ട്രക്ചറിലോ അല്ല പ്രശ്നം. ഫോമും സ്ട്രക്ചറൊക്കെ എങ്ങനെയാണോ സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെയാണോ വരേണ്ടത് അതേ രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ കണ്ടന്റിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആ കണ്ടന്റിൽ ചില പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഫാലസിക്ക്, ആ എറർ ഇൻ ആർഗ്യുമെന്റിനാണ് ഇൻഫോർമൽ ഫാലസി എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇൻഫോർമൽ ഫാലസിക്ക് നമ്മൾ അതിന്റെ കണ്ടന്റിലേക്കാണ് നോക്കുക, സ്ട്രക്ചറിലേക്കോ ഫോമിലേക്കോ അല്ല. അപ്പൊ ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 10 ഇൻഫോർമൽ ഫാലസീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തെ ഫാലസി എന്ന് പറയുന്നത്, ഈ ഒരു ആദ്യത്തെ ഇൻഫോർമൽ ഫാലസി ആയിട്ട് എടുക്കുന്നത് ആർഗ്യുമെന്റം അഡ്ഹോമിനം എന്ന് പറയുന്ന, പൊതുവെ അഡ്ഹോമിനം ഫാലസി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് ദ മാൻ എന്നോ അറ്റാക്കിംഗ് ദ പേഴ്സൺ എന്നോ, ഫാലസി ഓഫ് അറ്റാക്കിംഗ് ദ പേഴ്സൺ എന്നൊക്കെ വിളിക്കപ്പെടുന്ന അഡ്ഹോമിനം എന്ന് പറയുന്ന ഫാലസി. അപ്പൊ എന്താണ് അഡ്ഹോമിനം എന്ന് പറയുന്ന ഫാലസി എന്ന് ചോദിച്ചാൽ, നമ്മളൊരു വാദം കേൾക്കുന്ന സമയത്ത്, ഒരു ആർഗ്യുമെന്റ് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആർഗ്യുമെന്റിനെ എതിർക്കാതെ, അതിനെ ഓപ്പോസ് ചെയ്യാതെ, അതിനെ അഡ്രസ്സ് ചെയ്യാതെ, വിത്തൗട്ട് അഡ്രസ്സിങ് ദ ആക്ച്വൽ ആർഗ്യുമെന്റ്, നമ്മൾ ആ ആർഗ്യുമെന്റിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ, ആ ആർഗ്യുമെന്റ് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയെ നമ്മൾ അറ്റാക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരാളുടെ ഒരു ആർഗ്യുമെന്റ് കാണുന്ന സമയത്ത്, ഒരു ആർഗ്യുമെന്റ് നമ്മോട് ഒരാൾ പറയുമ്പോൾ നമ്മൾ ശരിക്കും ആർഗ്യുമെന്റിനെ അല്ലേ നമ്മൾ എതിർക്കേണ്ടത്, അല്ല അതിനെയല്ല നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, അല്ലാതെ ആ വ്യക്തിയെ അല്ലല്ലോ, വ്യക്തിഹത്യ നടത്തലല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്ക് അവിടെ സംഭവിക്കുന്ന ഒരു ഫാലസിയാണ്. നമ്മൾ ഉദാഹരണം നോക്കുക, ഒരാൾ പറയുന്നത് വി ഷുഡ് നോട്ട് അഡോപ്റ്റ് ദിസ് പോളിസി ബിക്കോസ് ഇറ്റ് വിൽ നെഗറ്റീവ്ലി ഇമ്പാക്ട് ലോ ഇൻകം ഫാമിലീസ്. ഒരാൾ പറഞ്ഞു നമ്മൾ ഒരിക്കലും ഈ പോളിസി സ്വീകരിക്കരുത്, കാരണം ഈ പോളിസി സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ലോ ഇൻകം ഫാമിലീസിന് അത് നെഗറ്റീവ്ലി അത് ബാധിക്കും എന്ന് പറഞ്ഞ സമയത്ത് രണ്ടാമത്തെ ആള് ഈ ഒരു ആർഗ്യുമെന്റിനെ എതിർക്കാതെ, ഇങ്ങനെ ബാധിക്കുമോ, ഇത് നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ടോ എന്ന്, നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുമെന്ന ആ വാദത്തെ എതിർക്കാതെ ഇയാൾ പറഞ്ഞു നോക്കി, യു ഓൺലി കെയർ അബൌട്ട് ലോ ഇൻകം ഫാമിലീസ് ബിക്കോസ് യു ഗ്രീ അപ്പ് പൂർ ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് വെറും ലോ ഇൻകം ഫാമിലീസിന്റെ കാര്യം മാത്രമേ നോക്കാനുള്ളൂ, കാരണം നിങ്ങൾ അങ്ങനെ ഒരു പാവപ്പെട്ട ആളായിട്ട് ജനിച്ചത് കാരണത്താലാണ്. അപ്പൊ അവിടെ ആ ആർഗ്യുമെന്റിനെ എതിർത്തില്ല, ആ വ്യക്തിയെ നേരെ അറ്റാക്ക് ചെയ്തത്. അപ്പൊ അതൊരു ആർഗ്യുമെന്റ്, ശരിയായ ആർഗ്യുമെന്റ് അല്ല, അതൊരു ഫാലസിയാണ്. അതിന് പറഞ്ഞ പേരാണ് അഡ്ഹോമിനം എന്ന് പറയുന്നത്. മറ്റൊരു ഫാലസി എന്നുള്ളത് ഫാലസി ഓഫ് ഫാൾസ് കോസിലാണ്. ഫാലസി ഓഫ് ഫാൾസ് കോസിന്റെ കീഴിൽ പല ഫാലസീസ് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട 2 ഫാലസീസ് പറയാം. ഒന്നാമത്തത് പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക് എന്ന് പറയുന്ന ഒരു ഫാലസി. പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആഫ്റ്റർ ദിസ് ബിഫോർ ദെയർഫോർ ബിക്കോസ് ഓഫ് ദിസ് എന്ന് പറയുന്ന അതിന്റെ ഇംഗ്ലീഷിലുള്ള പരിഭാഷ. ആഫ്റ്റർ ദിസ് ദെയർഫോർ ബിക്കോസ് ഓഫ് ദിസ്. അതിനെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഫാലസി എന്നുള്ളത്. 2 കാര്യങ്ങൾ ഉണ്ട്. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു കാര്യം, ഈ സംഭവം നടന്നത്, എ എന്ന് പറയുന്ന സംഭവം ബി എന്ന് പറയുന്നതിന്റെ ശേഷം സംഭവിച്ചെന്ന കാരണത്താൽ, എ എന്ന് പറയുന്ന കാര്യം ഇത് സംഭവിച്ചത് ഈ ബി, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന കാര്യം സംഭവിച്ചത് എന്റെ ശേഷമായത് കാരണത്താൽ നമ്മൾ പറയാ ആ ബി സംഭവിക്കാനുള്ള കാരണമാണ് എ എന്നുള്ളത്.
അപ്പൊ ആഫ്റ്റർ ദിസ്, ഇതിന് ശേഷം സംഭവിച്ചത് കാരണത്താൽ, ദെയർഫോർ അതുകൊണ്ട്, ബിക്കോസ് ഓഫ് ദിസ്, അത് ഇതിന്റെ കാരണത്താലാണ്. അപ്പൊ നമ്മുടെ കൊടുത്ത കോസ് എന്തായി? ഫാൾസ് കോസായി മാറി എന്നുള്ളതാണ്. അപ്പൊ ഒരു കാര്യം മറ്റതിന് ശേഷം സംഭവിച്ചെന്ന കാരണത്താൽ അത് അതിന്റെ കാരണമാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഫാലസിക്കാണ് പോസ്റ്റ് ഹോക്ക് എർഗോ പ്രൊപ്റ്റർ ഹോക്ക് എന്ന് പറയുന്നത്. ഉദാഹരണം, യു ആൾവേസ് ഗെറ്റ് സിക്ക് വെൻ ഇറ്റ് റെയിൻസ്, സോ യു അസ്യൂം ദാറ്റ് റെയിൻ മേക്സ് യു സിക്ക്. നീ എപ്പോഴും മഴ പെയ്യുമ്പോഴൊക്കെ നിനക്ക് അസുഖം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുക നിനക്ക് മഴ കാരണത്താലാണ്, നിനക്ക് മഴ കാരണത്താലാണ് അസുഖം വരുന്നത്. മഴ കൊണ്ടത് കാരണത്താൽ അത് വേറെ വിഷയം. പുറത്ത് മഴ പെയ്യുമ്പോൾ നിനക്ക് അസുഖം ഉണ്ടാകുന്നു. ആ ഒരു കാര്യം ഒന്നതിന് ശേഷം, ഒരു കാര്യം അസുഖം ഉണ്ടാകുന്നു എന്ന കാര്യം മഴ പെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ശേഷം സംഭവിച്ചത് കാരണത്താൽ നമ്മൾ അസ്യൂം ചെയ്യാണ് ആ മഴ നിനക്ക് രോഗം ഉണ്ടാവാനുള്ള കാരണം മഴയാണ് എന്ന്. അപ്പൊ അങ്ങനെ അസ്യൂം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഫാലസിയാണ് ഫാലസി ഓഫ് പോസ്റ്റ് ഹോക്ക് എർഗോ പ്രൊപ്റ്റർ ഹോക്ക് എന്നൊക്കെ പറയുന്ന ഫാലസി. ഇതിനോട് സമാനമായ മറ്റൊരു ഫാലസിയാണ് കം ഹോക്ക് എർഗോ പ്രൊപ്റ്റർ ഹോക്ക് എന്നൊക്കെ ഉള്ളത്. കം ഹോക്ക് എർഗോ പ്രൊപ്റ്റർ ഹോക്ക് എന്ന് പറഞ്ഞാൽ വിത്ത് ദിസ് ദെയർഫോർ ബിക്കോസ് ഓഫ് ദിസ് എന്നുള്ളത്. രണ്ട് കാര്യം ഒപ്പം സംഭവിച്ചു, രണ്ട് ഇവന്റ്സ് ഒപ്പം സംഭവിച്ചു. ആ ഒപ്പം സംഭവിച്ചത് കാരണത്താൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യുക? അത് അതിന് കാരണം മറ്റൊന്നാണ്. അപ്പൊ രണ്ട് കാര്യം ഒപ്പം സംഭവിച്ചു, എ എന്നുള്ള കാര്യം ബി എന്നുള്ള കാര്യം ഒപ്പം സംഭവിച്ച് നമ്മൾ പറയണേ ബീന്റെ കാരണമാണ് എ എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അങ്ങനെ വരുമ്പോ സംഭവിക്കുന്ന ഫാലസിക്കാണ് കം ഹോക്ക് എർഗോ പ്രൊപ്റ്റർ ഹോക്ക് എന്നുള്ളത്. ഇവിടെ കൊടുത്ത ഉദാഹരണം നോക്കുക. സമ്മർ മാസങ്ങളിൽ ഐസ്ക്രീമിന്റെ വിൽപ്പന സാധാരണയായിട്ട് അധികരിക്കാറുണ്ട്. ആ സമയത്തിന് ഷോർട്സിന്റെ ആളുകൾ ഷോർട്സ് ധരിക്കുക എന്നുള്ളതും അധികരിക്കാറുണ്ട്. അതുകൊണ്ട് അപ്പൊ ഷോർട്സ് ആളുകൾ ധരിക്കൽ കൂടുന്നു എന്നുള്ളതും ഐസ്ക്രീമിന്റെ വിൽപ്പന കൂടുന്നു എന്നുള്ളതും രണ്ടൊപ്പം സംഭവിക്കുന്നു, സമ്മർ കാലത്ത് സംഭവിക്കുന്നു. അതുകൊണ്ട് ഒരാൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ആളുകൾ ഷോർട്സ് ധരിക്കാനുള്ള കാരണം അവർ ഐസ്ക്രീം തിന്നുകൊണ്ടാണ് എന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ ഒരു ഒരു വങ്കത്തരം മണ്ടത്തരാണല്ലോ. അപ്പൊ ആ ഒരു ഫാലസിക്ക് പറയുന്ന പേരാണ് കം ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക് എന്നൊക്കെ ഉള്ളത്. പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക്, അതുപോലെ കം ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക് എന്ന് പറയുന്ന ഫാൾസ് കോസ് ഫാലസി ഓഫ് ഫാൾസ് കോസ് എന്നുള്ള ഒരു ഫാലസി കീഴിലാണ് ഇത് വരുന്നത്. ഇനി അടുത്തൊരു ഫാലസി ആണ് ഫാലസി ഓഫ് കമ്പോസിഷൻ ആൻഡ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഫാലസി. കമ്പോസിഷൻ ആൻഡ് ഡിവിഷൻ എന്ന് പറയുന്ന ഫാലസി ഓഫ് കമ്പോസിഷൻ അല്ലെങ്കിൽ ഫാലസി ഓഫ് ഡിവിഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫാലസി ഓഫ് കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോള്, ഒരു മൊത്തത്തിൽ ഒരു ഉദാഹരണം ഫസ്റ്റ് നോക്കുക. ഉദാഹരണത്തിന് ഈ ഒരു വസ്തു, നമ്മൾക്ക് ഒരു വണ്ടി, ആ വണ്ടിന്റെ ടയർ ഉണ്ടാവില്ലേ, ആ ടയർ നമ്മൾ നോക്കിയിട്ട് പറയാണ് ഈ ടയർ ഉണ്ടാക്കിയത് റബ്ബർ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. എന്നിട്ട് അതിൽ നമ്മൾ അസ്യൂം ചെയ്യാം ഈ ടയർ എന്നുള്ളത് ഈ വണ്ടിയുടെ, ഉദാഹരണത്തിന് ഒരു ബസ് ആണെങ്കിൽ ആ ബസ്സിന്റെ ടയർ നോക്കിയിട്ട് പറയാണ് ഈ ടയർ റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയാണല്ലോ. ഈ ടയർ എന്താണ്? ഈ വലിയ ബസ്സിന്റെ ഒരു ഭാഗമാണല്ലോ, പാർട്ടാണല്ലോ ഈ ടയർ എന്നുള്ളത്. അപ്പൊ ഈ ടയർ റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയത് കാരണത്താൽ നമുക്ക് എന്ത് പറയാം? ഈ ബസ്സും റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയാം എന്നൊരാൾ പറയുകയാണെങ്കിൽ അവിടെ അയാൾ കമ്മിറ്റ് ചെയ്യുന്നത് ഒരു ഫാലസിയാണ്. ആ ഫാലസിന്റെ പേരാണ് ഫാലസി ഓഫ് കമ്പോസിഷൻ എന്നുള്ളത്. കാരണം ഒരിക്കലും ഒരു ഹോളിന്റെ അല്ലെങ്കിൽ ഒരു ഹോളിന്റെ നമുക്ക് ഒരു ഹോളിന്റെ വിശേഷണം ഒരിക്കലും എന്താവൂല, അതിന്റെ പാർട്ടിനും ശരിയാവണം എന്ന് പറഞ്ഞാലുള്ള പ്രശ്നമാണത്. അപ്പൊ നമ്മള് ഒരു ടയർ റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഈ ടയർ എന്നുള്ളത് ഈ വണ്ടിയുടെ പാർട്ടാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഈ റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയണത്. അപ്പൊ സംഭവിക്കുന്ന ഇവിടെ എന്താണ്? നമ്മളൊരു ഹോളിന്റെ വിശേഷണം, അതിന്റെ ഫീച്ചർ നമ്മൾ അതിന്റെ പാർട്ടിന് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇതിന് നേരെ തിരിച്ചും ഫാലസി ഓഫ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാർട്ടിന്റെ ഒരു നേരെ തിരിച്ചാട്ടോ, സോറി ഫാലസി ഓഫ് കമ്പോസിഷൻ എന്നല്ല, ഒരു പാർട്ടിന്റെ വിശേഷണം നമ്മൾ എന്തിനു കൊടുക്കുക? അത് ഹോളിന് കൊടുക്കുക. ഇപ്പൊ ഈ ടയറിന്റെ വിശേഷണം നമ്മൾ എന്തിനു കൊടുക്കുന്നു? അതിന്റെ ആ വെഹിക്കിളിന് മൊത്തമായിട്ട് കൊടുക്കുന്നു. അതേ സമയത്ത് ഫാലസി ഓഫ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വൺ റീസൺ ദ സംതിങ് ദാറ്റ് ഇസ് ട്രൂ ഫോർ എ ഹോൾ മസ്റ്റ് ആൾസോ ബി ട്രൂ ഫോർ ആൾ ഓർ സം ഓഫ് ഇറ്റ് ഇസ് പാർട്സ്. നമ്മളൊരു ഹോളിന്, ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞത്, അപ്പൊ ഫാലസി ഓഫ് കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത് അതിന്റെ ഹോളിലും പറയാൻ പറ്റും എന്നൊരാൾ അസ്യൂം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഫാലസിയാണ് ഫാലസി ഓഫ് കമ്പോസിഷൻ. ടയർ റബ്ബർ ഉണ്ടാക്കിയതായതുകൊണ്ട് അത് വണ്ടിയുടെ ഒരു ഭാഗമായത് കാരണത്താൽ ആ വണ്ടിയും റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും എന്നൊരാൾ അസ്യൂം ചെയ്യാം. മറ്റേത് എങ്ങനെ വെച്ചാല് ഒരു ഹോളിന്റെ വിശേഷണം, ഒരു ഹോൾ, ഉദാഹരണത്തിന് ബസ്സിന് എടുക്കുക. ബസ് നമുക്ക് പൊക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, നല്ല ഹെവി വെയിറ്റ് അല്ലേ, ഒരാൾക്ക് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ബസ് എന്നുള്ളത് ഹെവി വെയിറ്റാണ്. എന്നിട്ട് പറയാം ബസ്സിന്റെ ഗിയറും ഒരാൾക്ക് പൊക്കാൻ കഴിയില്ല, കാരണം ബസ് നല്ല ഹെവി വെയിറ്റ് ആണല്ലോ, അതിന്റെ പാർട്ടാണല്ലോ ഈ പറയുന്ന അതിന്റെ വീലോ അല്ലെങ്കിൽ അതിന്റെ ഗിയറോ എന്തെങ്കിലും സാധനം. അപ്പൊ ആ ഗിയർ അതിന്റെ പാർട്ടാണല്ലോ, അപ്പൊ ആ ഗിയറും ഒരാൾക്ക് പൊക്കാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഗിയർ ഒരാൾക്ക് പൊക്കാൻ കഴിയില്ലേ? അപ്പൊ സംഭവിക്കുന്ന ഫാലസിക്കാണ് ഫാലസി ഓഫ് ഡിവിഷൻ എന്ന് പറയാം. അപ്പൊ ഫാലസി ഓഫ് കമ്പോസിഷൻ എന്നുള്ളതും ഫാലസി ഓഫ് ഡിവിഷൻ എന്നുള്ളതും.
അടുത്തൊരു ഫാലസി എന്നുള്ളത് ഫാലസി ഓഫ് ഇക്വോക്കേഷൻ എന്ന് പറയുന്ന ഫാലസിയാണ്. ഇക്വോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഷാപരമായ വരുന്ന ഒരു ഫാലസിയാണിത്. അതായത് നമ്മളൊരു വേർഡ് കൊടുക്കുന്നു, ആ വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് പല അർത്ഥങ്ങളും ഉണ്ടായിരിക്കും. എല്ലാ വാക്കിനും അല്ലെങ്കിൽ പല വാക്കുകൾക്കും പല അർത്ഥങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു ആർഗ്യുമെന്റിൽ നമ്മൾ പ്രമിസിൽ കൊണ്ടുവരുന്ന ഒരേ വാക്ക്, പക്ഷെ ആ വാക്ക് രണ്ട് പ്രമിസിലും നമ്മൾ രണ്ട് അർത്ഥം ഉദ്ദേശിച്ചത്. ഈ ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും. സിൻസ് ഓൺലി മാൻ ഈസ് റാഷണൽ, മനുഷ്യർ മാത്രമാണല്ലോ ബുദ്ധിയുള്ളവര് അല്ല റാഷണൽ ആയ ബീങ്സ് ഉള്ളത്. അപ്പൊ അവിടെ മാൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഹ്യൂമൻ, മനുഷ്യൻ എന്നുള്ള ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ പ്രമിസ് നോക്കുക, ആ നോ വുമൺ ഈസ് എ മാൻ, ഒരു പെണ്ണും പുരുഷനല്ല, ഒരു സ്ത്രീയും പുരുഷനല്ല. അവിടെ മാൻ കൊണ്ട് ഉദ്ദേശം എന്താണ്? പുരുഷൻ എന്ന അർത്ഥത്തിൽ ഉദ്ദേശം. അപ്പൊ രണ്ടിനും മനുഷ്യൻ എന്ന അർത്ഥത്തിലും പുരുഷൻ എന്ന അർത്ഥത്തിലും ഏത് വാക്ക് ഉപയോഗിച്ചു? മാൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചു. അതുകൊണ്ട് സംഭവിച്ച അതിന്റെ കൺക്ലൂഷൻ നോക്കുക, ദെയർഫോർ നോ വുമൺ ഈസ് റാഷണൽ എന്നുള്ളതാണ്. ഇതിന്റെ ഫോം ഒക്കെ കറക്റ്റ് ആയേക്കാം, അതിന്റെ സ്ട്രക്ചർ കറക്റ്റ് ആയേക്കാം, പക്ഷെ ഇതിന്റെ കണ്ടന്റിൽ പ്രശ്നമുണ്ട്. കണ്ടന്റ് പ്രശ്നം എന്താ വെച്ചാൽ അവിടെ മാൻ എന്ന് പറയുന്ന അവിടുത്തെ വേർഡ്, ആ ടേം ഇവിടെ ഒന്നാമത്തെ പ്രമിസിൽ ഉദ്ദേശിച്ചത് ഹ്യൂമൺ എന്ന് പറയുന്ന അർത്ഥത്തിലും രണ്ടാമത്തെ പ്രമിസിൽ ഉദ്ദേശിച്ചത് മെയിൽ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് എന്നൊരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അടുത്തൊരു ഫാലസി എന്നുള്ളത് ഫാൾസ് ഡിലമ, ഫാലസി ഓഫ് ഫാൾസ് ഡിലമ എന്ന് പറയുന്ന ഒരു ഫാലസിയാണ്. ഈ ഫാലസി occurs when someone misrepresents an issue or by offering only two options when more exist. അവിടെയാണ് പോയിന്റ്. ഒരാള് നമുക്ക് മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉള്ളൂ എന്ന രീതിയിൽ മാത്രം സംസാരിക്കും. ഒരു ആർഗ്യുമെന്റ് വെക്കുമ്പോൾ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഇനിയോ അപ്പുറം ഓപ്ഷൻസ് ഉണ്ട്, ഈ രണ്ട് ഓപ്ഷനിൽ അധികം ഓപ്ഷൻസ് ഉണ്ട്, എന്നാൽ രണ്ട് ഓപ്ഷൻ ഉള്ളൂ എന്ന രീതിയിൽ അയാൾ ആർഗ്യൂ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഫാലസിയാണ് ഫാൾസ് ഡിലമ എന്ന് പറയുന്ന ഫാലസി. ഉദാഹരണം നോക്കുക, ഒരാൾ പറയാണ് either we cut the budget for education or we will have to raise taxes. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ബജറ്റ് നമ്മൾ ഒഴിവാക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് അധികരിപ്പിക്കേണ്ടി വരും. ആരും ടാക്സ് അടക്കാൻ ആരും ആഗ്രഹിക്കൂല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? വിദ്യാഭ്യാസത്തിനുള്ള ബജറ്റ് ഒഴിവാക്കാം. അപ്പൊ ഇവിടെ ശരിക്കുള്ള ഫാലസ് എന്താ വരുന്ന വെച്ചാൽ ഇവിടെ അയാൾ പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബജറ്റ് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ബജറ്റ് ഒഴിവാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് ഉയർത്തണം. ഈ രണ്ട് ഓപ്ഷനെ നമുക്ക് മുമ്പിലുള്ളൂ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതല്ലാതെ മറ്റു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ലേ? മറ്റേതെങ്കിലും ഭാഗത്തിൽ ബജറ്റ് കുറക്കലോ അല്ലെങ്കിൽ മറ്റും പല ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ലേ? അപ്പൊ പല ഓപ്ഷൻസും ഉണ്ടായിരിക്കെ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉള്ളൂ എന്ന രീതിയിൽ മാത്രം ആർഗ്യൂ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഫാലസിയാണ് ഫാൾസ് ഡിലമ എന്ന് പറയുന്ന ഒരു ഫാലസി. ഇനി നമ്മൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ എന്ന് വിചാരിക്കുക, രണ്ട് ഓപ്ഷനേ ഉള്ളൂ, അപ്പൊ അവിടെ ഒരു ഫാലസി വരുന്നില്ല. ഈ രണ്ട് ഓപ്ഷനെ ഒരു ഗവൺമെന്റിന് മുമ്പിൽ ഉള്ളൂ, അപ്പൊ അവിടെ ഒരു ഫാലസി വരുന്നില്ല. എല്ലാത്ത ഘട്ടത്തിൽ ഇനിയും ഓപ്ഷൻസ് ഉണ്ട്, എന്നിട്ട് അയാളുടെ വാദത്തിൽ വരുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉള്ളൂ എന്ന രീതിയിൽ മാത്രം അയാൾ സംസാരിക്കുമ്പോൾ അയാൾ ഒരു ഫാലസിയാണ് ശരിക്കും കമ്മിറ്റ് ചെയ്യണത്. ആ ഫാലസിന്റെ പേരാണ് ഫാൾസ് ഡിലമ എന്ന് പറയുന്ന ഫാലസി. അടുത്തത് അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറയുന്ന ഫാലസിയാണ്. അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഇന്നേ വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നത് കാരണത്താൽ അത് അങ്ങനെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് ഓൾറെഡി ഒരു കാര്യം പ്രൂവ് ചെയ്ത് അത് അങ്ങനെയാണ് എന്ന് പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അത് അങ്ങനെയല്ലാന്നോ അല്ലെങ്കിൽ അങ്ങനെ ആണെന്നോ ഒക്കെ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുന്നതിനാണ് നമ്മൾ അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറയാ. ഇപ്പൊ ഈ ഉദാഹരണം നോക്കുക, നമ്മൾ മൂൺ ഈസ് നോട്ട് മെയ്ഡ് ഓഫ് സ്പെയർ റിബ്സ് എന്നുള്ളത് പ്രൂവൺ ആണ്. Although we have proven that moon is not made of spare ribs. മൂൺ എന്നുള്ളത് സ്പെയർ റിബ്സിനാൽ ഉണ്ടാക്കപ്പെട്ടതല്ല എന്നത് ഓൾറെഡി പ്രൂവഡ് ആണ്. ഓക്കെ, അത് പ്രൂവഡ് ആണെന്നുള്ളത് ഓക്കെ. പക്ഷെ we have not proven its core cannot be filled with them. ഈ മൂണിന്റെ കോർ എന്നുള്ളത് സ്പെയർ റിബ്സിനാൽ അത് നിറക്കപ്പെട്ടതാകരുത് എന്ന് നമ്മൾ തെളിയിച്ചിട്ടില്ലല്ലോ, അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. മറ്റേത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എന്നാൽ അത് അതിന്റെ കോർ അതിനാൽ നിറക്കപ്പെട്ടതാണ് എന്ന കാര്യം പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മൂണിന്റെ കോർ എന്നുള്ളത് സ്പെയർ റിബ്സിനാൽ നിറക്കപ്പെട്ടതാണ്. കണ്ടോ? അപ്പൊ നമ്മളത് അങ്ങനെയാണ് എന്ന് തെളിയിക്കപ്പെടാത്തത് കാരണത്താൽ, അതിന്റെ അജ്ഞത അവിടെ നിലനിൽക്കുന്നത് കാരണത്താൽ അത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ വാദിക്കുക. അവിടെ ഇഗ്നോറൻസ് ഉണ്ട്, തെളിയിക്കപ്പെട്ടില്ല, ആർക്കും അറിയില്ല, ആർക്കും അങ്ങനെ ആണെന്നോ അല്ലാന്നോ അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്ന് ആർക്കും അറിയില്ല, അതുകൊണ്ട് അത് അങ്ങനെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? വാദിക്കുക എന്നുള്ളത്. ഇപ്പോ ഒരു US-ന്റെ ഇറാഖ് ഇൻവേഷന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അവരൊരു മുന്നോട്ട് വെച്ചിരുന്ന ഒരു വാദം എന്നുള്ളത് അവിടെ WMDS ഉണ്ട് എന്നുള്ളായിരുന്നു, വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻസ് ഇറാഖിൽ ഉണ്ട് എന്നതായിരുന്നു. പിന്നീട് UN അടക്കമുള്ള പല സംഘടനകളും അങ്ങനെ ഇറാഖിൽ അതില്ല എന്ന് തെളിയുകയുണ്ടായി. അപ്പൊ ആ സമയത്ത് പല രാജ്യങ്ങളും US-നെ വിമർശിച്ച സമയത്ത് US-ന്റെ സെക്രട്ടറി ഓഫ് ഡിഫൻസ് ഈ ഡൊണാൾഡ് വന്ന് ആള് പറഞ്ഞത്, നിങ്ങളിവിടെ ചെയ്യുന്ന ശരിക്കും ഒരു അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറയുന്ന ഒരു വാദം, ഒരു ഫാലസിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അയാളുടെ പറയുന്നത് സിംപ്ലി ബിക്കോസ് യു ഡു നോട്ട് ഹാവ് എവിഡൻസ് ദാറ്റ് സംതിങ് എക്സിസ്റ്റ്
ഡസ് നോട്ട് മീൻ ദാറ്റ് യു ഹാവ് എവിഡൻസ് ദാറ്റ് ഇറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. ഒരു കാര്യം ഇല്ല എന്ന്, അപ്പൊ ഈ അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറയുന്ന ഫാലസി അയാൾ പൊളിച്ചടക്കുകയാണ്. അങ്ങനെ ഒരു ഫാലസി ഇവിടെ പ്രശ്നം പറയാണ്. സംതിങ് എക്സിസ്റ്റ് എന്നുള്ളത് അതിന് തെളിവില്ല എന്നത് കാരണത്താൽ അത് ഇല്ല എന്നുള്ളതിന് തെളിവുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ട്. അപ്പൊ അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറയുന്ന ഫാലസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം നമുക്ക് അറിയില്ല അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നത് കാരണത്താൽ അപ്പൊ അങ്ങനെയല്ല എന്നുള്ളത് തെളിയിച്ചിട്ടില്ലല്ലോ, അപ്പൊ അത് അങ്ങനെയാണ് എന്ന് നമ്മൾ പറയാം. അപ്പൊ ഇനി അടുത്തൊരു ഫാലസി എന്നുള്ളത് ഫാലസി ഓഫ് ബെഗിങ് ദ ക്വസ്റ്റൻ എന്ന് പറയുന്ന ഫാലസിയാണ്. സാധാരണ UGC ഓപ്ഷൻസിലെങ്കിലും ഈ പറയുന്ന ബെഗിങ് ദ ക്വസ്റ്റൻ എന്ന് പറയുന്ന ഫാലസി കണ്ടുവരാറുണ്ട്. ഇത്രയേ ഉള്ളൂ ബെഗിങ് ദ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് സർക്കുലർ ആർഗ്യുമെന്റ് എന്നൊക്കെ പറയും. കാരണം അതിന്റെ നമ്മൾ എന്താണോ പ്രമിസിൽ പറഞ്ഞത് അത് തന്നെ കൺക്ലൂഷനിൽ പറയാം. അത് കൺക്ലൂഷനിൽ എന്താണോ പറയാൻ പോകുന്നത് എന്നുള്ളത് പ്രമിസിൽ നിന്ന് നമുക്ക് അസ്യൂം ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ രണ്ട് പ്രമിസ് പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അറിയാത്ത പുതിയൊരു ഫാക്ട് നമുക്ക് കിട്ടുന്നു. ഇതാണ് ശരിക്കും ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ബേസ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് എത്തുന്നു. ഇതാണല്ലോ ഒരു ആർഗ്യുമെന്റ് തന്നെ. പക്ഷെ ബെഗിങ് ദ ക്വസ്റ്റൻ എന്ന് പറയുന്ന ഫാലസിന്റെ പ്രശ്നം വെച്ചാൽ, അല്ലെങ്കിൽ പെറ്റീഷ്യോ പ്രിൻസിപ്പൈ എന്നൊക്കെ പറയുന്ന ഈ ഫാലസിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്താണോ കൺക്ലൂഷനിൽ പറയാൻ പോകുന്നത് എന്ന കാര്യം നമുക്കത് പ്രമിസിൽ തന്നെ നമുക്കത് അസ്യൂം ചെയ്തെടുക്കാൻ പറ്റും, നമുക്കത് പ്രസ്യൂം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ആർഗ്യുമെന്റിൽ വരുന്ന എററിനെയാണ് ഈ ഫാലസിയാണ് ഫാലസി ഓഫ് ബെഗിങ് ദ ക്വസ്റ്റൻ എന്നോ പെറ്റീഷ്യോ പ്രിൻസിപ്പൈ എന്നൊക്കെ പറയാം. ഈ രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഡ്രഗ്സ് ആർ ഇല്ലീഗൽ സോ ദേ മസ്റ്റ് ബി ബാഡ് ഫോർ യു. ഡ്രഗ്സ് ഇല്ലീഗൽ ആണ്, അതുകൊണ്ട് നിനക്കത് ബാഡ് ആയിരിക്കും. എന്നിട്ട് അതാണ് ഇത് പ്രമിസ്. ഇനി കൺക്ലൂഷൻ പറയുന്നത് ദെയർഫോർ, അതുകൊണ്ട് വി ഓഡ് നോട്ട് ലീഗലൈസ് ഡ്രഗ്സ്. നമ്മൾ ഡ്രഗ്സ് ലീഗലൈസ് ചെയ്യരുത്. ആദ്യം ഡ്രഗ്സ് ഇല്ലീഗലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ലീഗലൈസ് ചെയ്യരുത്. ഇതേ പറഞ്ഞ കാര്യം തന്നെ. ബിക്കോസ് ഡ്രഗ്സ് ആർ ബാഡ് ഫോർ യു, ഡ്രഗ്സ് ബാഡ് ആണ്. അപ്പൊ എന്താണ് നമ്മൾ പ്രമിസിൽ പറഞ്ഞത് അതേ സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്തത് നമ്മൾ കൺക്ലൂഷനിൽ പറയാം, അല്ലാതെ അതല്ലാത്ത പുതിയൊരു കാര്യം പറയുന്നില്ല. അടുത്തൊരു ഉദാഹരണം നോക്കുക. ദിസ് പ്രൊഡക്റ്റ് ഈസ് ദ ബെസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ and it is the most popular because it is the best. അപ്പൊ ഫസ്റ്റ് അതിന്റെ കൺക്ലൂഷൻ കൊടുത്തിട്ടില്ലേ, ഈ പ്രൊഡക്റ്റ് ബെസ്റ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ അതിന് കൊടുക്കുന്ന ആർഗ്യുമെന്റ് എന്താണ്? ഇതേ ബെസ്റ്റ് ആണെന്നുള്ള ആർഗ്യുമെന്റ് തന്നെ കൊടുക്കുന്നത്. കണ്ടോ? കാരണം അത് പോപ്പുലർ ആണ് കാരണം അത് ബെസ്റ്റ് ആയത് കാരണത്താലാണ്. അപ്പൊ നമ്മൾ നമ്മൾ കൺക്ലൂഷന് കൊടുത്ത ആർഗ്യുമെന്റ് എന്തെന്നെ, അല്ലെ അതിന്റെ പ്രമിസും അതന്നെ പറയാം, അല്ലെങ്കിൽ പ്രമിസ് തന്നെ നമ്മൾ കൺക്ലൂഷനിലും ആവർത്തിച്ച് വരിക എന്നുള്ളത്. ഇങ്ങനെ ഒരു ഫാലസിക്കാണ് ഫാലസി ഓഫ് ബെഗിങ് ദ ക്വസ്റ്റൻ എന്ന് പറയാം. അടുത്തൊരു ഫാലസി എന്നുള്ളത് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്ന ഒരു ഫാലസിയാണ്. സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിന് ആ ഒരു വാക്കിന് നമുക്ക് എന്താണെന്നുള്ള ഊഹിച്ചെടുക്കാൻ കഴിയും. ഇത്രയേ ഉള്ളൂ. ഒരാൾ ക്ലെയിം ചെയ്യുക വൺ ഇവന്റ് ഓർ ആക്ഷൻ എന്നുള്ളത് വിൽ ലീഡ് ടു അനദർ മോർ എക്സ്ട്രീം ഇവന്റ് ഓർ ആക്ഷൻ എന്നുള്ളത്. ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അത് മറ്റൊന്നിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത, ആരും ആഗ്രഹിക്കാത്ത, വളരെ എക്സ്ട്രീം ആയ ഒരു ആക്ഷനിലേക്കോ ഒരു ഇവന്റിലേക്കോ അത് നയിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? ഈ ഒന്നാമത്തെ ആക്ഷനെ ചെയ്യണ്ട. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എ സംഭവിക്കുകയാണെങ്കിൽ ബി സംഭവിക്കും, ബി സംഭവിക്കുകയാണെങ്കിൽ സി സംഭവിക്കും, സി സംഭവിക്കുകയാണെങ്കിൽ ഡി സംഭവിക്കും. ഈ ഡി എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട, നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത, നമുക്ക് ഒരിക്കലും ആഗ്രഹിക്കാത്ത, അങ്ങനെ ആവാൻ ആഗ്രഹിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ അതിലേക്ക് എത്തുമല്ലോ. അപ്പൊ അത് കാരണത്താൽ എന്ത് ചെയ്യണ്ട? ഈ എന്നെ ചെയ്യണ്ട എന്ന് നമ്മൾ പറയാം. ഇപ്പൊ നമ്മള് വെറുതെ ട്രോള നിലക്കൊക്കെ സാധാരണ ഒരു കോമഡി നിലക്കൊക്കെ സാധാരണ കാണാറുണ്ട്. നമ്മൾ കുളിക്കരുത്, കുളിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? മേത്ത് വെള്ളം വീഴ്ത്തേണ്ടി വരും. ആ മേത്ത് വെള്ളം നമ്മൾ പാരുന്ന സമയത്ത് നമുക്ക് പനി വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പടർന്ന് പിടിക്കുന്ന രോഗങ്ങളുള്ള, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലത്തെ അസുഖമുള്ള ആളുകളുമായിട്ട് ഇടകലരേണ്ടി വരും. മഞ്ഞപ്പിത്തമുള്ള അസുഖമുള്ള ആളുകളുമായിട്ട് ഇടകലരേണ്ടി വരുന്ന സമയത്ത് നമുക്ക് മഞ്ഞപ്പിത്തം പിടിക്കും. നമുക്ക് മഞ്ഞപ്പിത്തം പിടിച്ചാൽ നമ്മൾ മരിച്ചു പോകും. മരിച്ചു പോകുന്ന അവസാനത്ത് മരിച്ചു പോകുന്നുള്ളത് ആരും ആഗ്രഹിക്കാത്ത കാര്യമാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? കുളിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം ചോദിക്കുക. അപ്പൊ അങ്ങനത്തെ ഫാലസിക്കാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ കൊടുത്ത ഉദാഹരണം നോക്കുക. വി ക്യാൻഡ് പെർമിറ്റ് ദ സെയിൽ ഓഫ് മാരിജുവാന ബൈ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് നമുക്ക് ഒരിക്കലും മാരിജുവാനയുടെ സെയിൽ നമുക്ക് പെർമിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായി എന്ന കാരണത്താൽ അതിന്റെ ആ ഒരു കാരണത്താൽ മാരിജുവാനയുടെ സെയിൽ പെർമിറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ അത് പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് അലോവഡ് ആണ് എന്ന് തോന്നൽ ആളുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ മാത്രമല്ല, ഇത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വരില്ല. അപ്പൊ ഇതൊരു അക്സെപ്റ്റബിൾ ഡ്രഗ് ആണ്, മരുന്നാണ് എന്ന് ആളുകൾക്ക് തോന്നും. അങ്ങനെ തോന്നിയാൽ ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ ദിസ് വിൽ ഓപ്പൺ ദ ഫ്ലഡ് ഗേറ്റ്സ് ടു ദ കംപ്ലീറ്റ് ലീഗലൈസേഷൻ ഓഫ് ദ ഡ്രഗ്. ഒരാൾ വാദിച്ച് അങ്ങനെ അടിച്ചു കയറാണ്. ശരിക്ക് ഇയാൾ പറഞ്ഞിട്ട് വെറും നമ്മളൊരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ മൂലം നമുക്കിങ്ങനെ മാരിജുവാന വാങ്ങാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു നിയമപരമായ കാര്യത്തെ കുറിച്ചിട്ട് ആൾ പറഞ്ഞ് എവിടെത്തും? ഓപ്പൺ ദ ഫ്ലഡ് ഗേറ്റ്സ് ഇത് ഓപ്പൺ ചെയ്യും. കണ്ടോ? അത്രയും എക്സ്ട്രീം ആയിട്ട് എത്തും എന്ന് പറയാം.
ടു ദ കംപ്ലീറ്റ് ലീഗലൈസേഷൻ ഓഫ് ദ ഡ്രഗ് ഫോർ യൂസ് ബൈ എവറി പോത്തേർഡ് ഇൻ ദ കൺട്രി. ഈ രാജ്യത്ത് എല്ലാ ഓരോരുത്തരും ഉപയോഗിക്കുന്ന രീതിയിൽ ഡ്രഗിന്റെ പൂർണ്ണമായ ലീഗലൈസേഷനിലേക്കുള്ള ഫ്ലഡ് ഗേറ്റിന്റെ ഓപ്പൺ ആയിരിക്കും എന്നൊക്കെ പറയാം. അപ്പൊ അത് ഏറ്റവും എക്സ്ട്രീം ആയ ഒരു വശത്തിലേക്ക് ഇത് എത്തുന്ന രീതി, അതിലേക്ക് ലീഡ് ചെയ്യുന്നു പറയാം. ഇത് ഇവിടെ സ്ലിപ്പറി സ്ലോപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളൊരു കൃത്യമായ ഒരു എവിഡൻസിന്റെ സ്റ്റാറ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതെങ്കിൽ ഓക്കെ. അവിടെ അങ്ങനെ ഒരു തെളിവില്ലാതെ ഒരു എവിഡൻസും ഇല്ലാതെ നമ്മൾ ഇങ്ങനെ എത്തുന്നതിനാണ്, അല്ല നമ്മൾ ആ മറ്റൊന്നിലേക്ക് ലീഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നതിനാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ഇനി 10 മിനിറ്റ് ലേറ്റ് ആണ്, നാളെ 1 മണിക്കൂർ ലേറ്റ് ആയിരിക്കും, മറ്റന്നാൾ ഇനി വരെയില്ലേ, അതുകൊണ്ട് ഇനി ലേറ്റ് ആവരുത്. അപ്പൊ ആ സാധനം ഉണ്ടല്ലോ, ഒന്ന് മറ്റൊന്നിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞാൽ എ എന്നുള്ളത് ബിയിലേക്ക് ലീഡ് ചെയ്യും, ബി എന്നുള്ളത് ഉണ്ടായാൽ സി ഉണ്ടാവും, സി എന്നുള്ളത് ഉണ്ടായാൽ ഡി ഉണ്ടാവും, ഡി എന്നുണ്ടെങ്കിൽ അങ്ങനെ പോകും. അപ്പൊ അതൊരിക്കലും ഉണ്ടാവരുത്, അതുകൊണ്ട് ഫസ്റ്റ് ഉണ്ടാവരുത് എന്നൊക്കെ പറയുന്ന ഒരു വാദത്തിനെയാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്നൊക്കെ പറയാം. ഇത് പ്രത്യേകിച്ചുള്ളത് സ്പെസിഫിക് ഡിസിഷൻ അണ്ടർ ഡിബേറ്റ് ഇസ് ലേക്ലി ടു റിസൾട്ട് അൺഇന്റൻഡഡ് കോൺസിക്വൻസിലേക്ക് ഇത് എത്തും എന്ന് പറയുകയാണ് ഈ ആർഗ്യൂ ചെയ്യുന്ന ആൾ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ് ആണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി ഉള്ള ആർഗ്യുമെന്റ് സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് സ്ട്രോമാൻ ഫാലസി എന്നുള്ളത്. സ്ട്രോമാൻ ഫാലസി എന്നാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വാദം കേൾക്കുന്ന സമയത്ത് ഒരു ആർഗ്യുമെന്റിനെ നമ്മൾ ആ ആർഗ്യുമെന്റിനെ എന്താണോ എക്സാക്ട് ആയ ആർഗ്യുമെന്റ് ഉണ്ടല്ലോ അതിനെ നമ്മൾ വിമർശിക്കൂല, അല്ലെങ്കിൽ അതിനെ നമ്മൾ അഡ്രസ് ചെയ്യാതെ ആ വാദത്തെ നമ്മൾ തന്നെ എന്ത് ചെയ്യും, ഏറ്റവും മോശമായ വൾണറബിൾ ആയ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ തന്നെ അതിന് മാറ്റും. എന്നിട്ട് ആ വൾണറബിൾ ആയ ആർഗ്യുമെന്റിനെ വിമർശിക്കുക. ആ ഒരു രീതിക്കാണ്, ആ ഒരു ആർഗ്യുമെന്റിനാണ് അപ്പൊ സംഭവിക്കുമ്പോ ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു ഫാലസി കമ്മിറ്റിയാണ്. സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്ന ഒരു ഫാലസി കമ്മിറ്റിയാണ്. അപ്പൊ ഇവിടെ ഈ ഉദാഹരണം നോക്കാം. ഒന്നാമത്തെ ആൾ പറയുന്നത് ഐ തിങ്ക് വി ഷുഡ് ഹാവ് സ്ട്രിക്റ്റർ ഗൺ കൺട്രോൾ ലോസ് ടു റെഡ്യൂസ് ഗൺ വയലൻസ്. അപ്പൊ രാജ്യത്ത് മൊത്തമായിട്ട് ഗൺ വയലൻസ് ഉണ്ട്, അത് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, സ്ട്രിക്റ്റർ ആയ ഗൺ കൺട്രോൾ നിയമങ്ങൾ രാജ്യത്ത് നടപ്പാക്കണം എന്നൊരാൾ പറയുന്ന സമയത്ത് മറ്റാൾ പറഞ്ഞു. അപ്പൊ ഇയാളെ താല്പര്യം എന്താണ്, ഗൺ വയലൻസ് ഇവിടെ ഉണ്ട്, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ, അതിനെ ഗൺ ഉപയോഗത്തെ കൺട്രോൾ ചെയ്യാനുള്ള നിയമങ്ങൾ കൊണ്ടുവരണം, അതാണ് അവളുടെ ഉദ്ദേശം. അപ്പൊ പറയുമ്പോൾ രണ്ടാമത്തെ ആൾ പറയണം യു വാണ്ട് ടു ടേക്ക് അവേ എവറി വൺസ് ഗൺസ് ആൻഡ് ലീവ് ദം ഡിഫെൻസ്ലെസ്. എല്ലാവരെയും തോക്കെടുത്ത് വെച്ചിട്ട് അവരാരെയും ആക്രമിക്കുന്ന സമയത്ത് അവരെ സ്വയം ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് കഴിയാത്ത അവസ്ഥയിലേക്ക് ആളുകളെ നയിക്കാനാണോ നീ തീരുമാനിക്കുന്നത്, നീ ആഗ്രഹിക്കുന്നത്? അപ്പൊ ശരിക്കും പേഴ്സൺ ബി പറയുന്നത് എന്താണ്, അയാൾ പേഴ്സൺ എ പറഞ്ഞ ആർഗ്യുമെന്റ് ആണോ പറഞ്ഞത്? ഇല്ല, മറിച്ച് അയാൾ പറഞ്ഞ ആർഗ്യുമെന്റിനെ അതിന്റെ ഏറ്റവും വൾണറബിൾ ആയ ഒരു തലത്തിലേക്ക് അതിനെ കൊണ്ടുപോയി അതിനെ എന്നിട്ട് എടുത്തു പറയാം. അപ്പൊ അപ്പൊ നമ്മൾ പറഞ്ഞത് ഇവിടെ ഫസ്റ്റ് ആൾ പറഞ്ഞത് കൺട്രോൾ ചെയ്യാൻ നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആളുകളുടെ തോക്കൊക്കെ എടുത്തു വെച്ചിട്ട് എല്ലാം എടുത്തു വെച്ചിട്ട് ആളുകൾ ആരെ ആക്രമിക്കാൻ വരും, പൗരന്മാരെ ആക്രമിക്കാൻ വരുമ്പോൾ അവർക്ക് സ്വയം ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആളുകളെ തള്ളി വിടണം എന്നാണല്ലേ നിങ്ങൾ താല്പര്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ആർഗ്യുമെന്റ്, നമുക്ക് സാധാരണ ആർഗ്യുമെന്റിൽ നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു ഫാലസിയാണ് സ്ട്രോമാൻ ഫാലസി എന്നുള്ളത്. അപ്പൊ ഇത്രയും ഒരു പ്രധാനപ്പെട്ട 10 ഇൻഫോർമൽ ഫാലസീസ് ആണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഫോർമൽ ഫാലസി എന്താണെന്ന് അറിയാം. നമ്മൾ ആ ഒരു ഫാലസി സംഭവിക്കുന്നു, ആ ഫാലസി അതിന്റെ സ്ട്രക്ചറിലോ ഫോമിലോ ഇല്ല, അതിന്റെ കണ്ടന്റ് ബേസ് ചെയ്തിട്ടാണ് ആ ഫാലസി വരുന്നത്. പ്രധാനപ്പെട്ട ഫാലസി സാധാരണയായിട്ട് UGC ചോദിച്ചു വരുന്ന റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലെ കാണുന്ന ഫാലസികളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി വീഡിയോ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവാത്തുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.